ലോകമെമ്പാടും ഇപ്പോൾ വെനീസിലേക്ക് സംഭവിച്ച ദുരന്തപൂർണമായ അവസ്ഥയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പലപ്പോഴും ഈ ഒരു ചർച്ച ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. അതായത് വെനിസ്വേലയുടെ തകർച്ച എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ മാത്രം തകർച്ചയല്ല, അത് ചൈനയ്ക്കും റഷ്യക്കും കിട്ടിയിരിക്കുന്ന ഒരു പണി കൂടിയാണ്. കാരണം വെനിസ്വേലയുടെ കയ്യിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമായിട്ട് അവർ കൈക്കൊണ്ടത് ആയുധങ്ങൾ എന്ന് പറയുന്നത് ചൈനയും റഷ്യയിൽ നിന്നും പ്രൊക്യൂർ ചെയ്ത വാങ്ങിച്ച ആയുധങ്ങളാണ്. പക്ഷെ ഇത് കൃത്യമായ രീതിയിൽ അമേരിക്കക്കെതിരെ പ്രതിരോധം തീർക്കാനായിട്ട് അതിന് സാധിച്ചില്ല, അതിന് ശേഷി ഉണ്ടായിരുന്നില്ല എന്ന ഒരു വസ്തുത കൂടിയല്ലേ വെനിസ്വേലയ്ക്ക് സംഭവിച്ച ഈ അപകടം നമ്മളെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വെനിസ്വേലയുടെ സൈന്യം അമേരിക്കൻ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ, അതായത് ഒരു ദിവസത്തേക്കെങ്കിലും ആ ആക്രമണത്തെ പ്രതിരോധിച്ച് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനം, അതുപോലെ തന്നെ വിമാനവേധ സംവിധാനങ്ങൾ, ഇതെല്ലാം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത വെനിസ്വേലയുടെ അല്ലെങ്കിൽ കൈവശമുള്ള ചൈനീസ് വ്യോമ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. റഷ്യയുടെ സംവിധാനങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ മുഖ്യമായിട്ടും ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് അവരുടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ തരുണത്തിൽ നമുക്ക് ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 2015 ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് വളരെ സജീവമായ ചർച്ച നടത്തിയിരുന്ന ഒരു രാജ്യമാണ് വെനിസ്വേല. പക്ഷേ വെനിസ്വേലയുടെ ദൗർഭാഗ്യത്തിന് അവർ ഇന്ത്യയുടെ ബ്രഹ്മോസ് വേണ്ട, ചൈനയുടെ ആയുധങ്ങൾ മതി, അതായത് JY-27, FK-3 അങ്ങനെ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളും മറ്റും മതി എന്നവർ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവണം. കാരണം ബ്രഹ്മോസ് മിസൈൽ ഉണ്ടായിരുന്നെങ്കിൽ പുറംകടലിൽ നങ്കൂരമിട്ട് അതിൽ നിന്ന് പറന്നുയർന്ന ആണല്ലോ പിന്നെ അമേരിക്കയുടെ MH-60 ഹെലികോപ്റ്ററുകളൊക്കെ വന്നത്. അപ്പോൾ ആ കപ്പലുകൾക്ക് നേരെ പ്രയോഗിക്കാനായിട്ട് പിന്നെ കപ്പൽ വേധ ബ്രഹ്മോസിന്റെ പിന്നെ ആന്റിഷിപ്പ് മിസൈൽസ് അവരുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് മേൽ കുറച്ച് നാശനഷ്ടങ്ങളെങ്കിലും വരുത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ അമേരിക്കയുടെ പ്രധാന കപ്പലുകൾക്ക് എന്തെങ്കിലും വിമാനവാഹിനിക്ക് പ്രത്യേകിച്ച് കേടുപാട് പറ്റിയിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ഓപ്പറേഷൻ വലിയ നാണക്കേടാകുകയും അത് ഡൊണാൾഡ് ട്രംപിന് തന്നെ പിന്തിരിയേണ്ട, ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ആത്യന്തികമായിട്ട് അമേരിക്കയിൽ അദ്ദേഹത്തിന് പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. പക്ഷേ ചൈന ചതിച്ചു, സംശയമൊന്നുമില്ല. പിന്നെ മറ്റൊരു ദൗർഭാഗ്യം അത് ഇന്ത്യക്കും സൂക്ഷിക്കാനുള്ളതാണ്. ഈ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റഷ്യയുടെ Su-30 വിമാനങ്ങൾ. ആ Su-30 വിമാനങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ കൈവശം എത്തിയിരിക്കുകയാണ്. അതായത് ഈ Su-30 വിമാനങ്ങളെ കൃത്യമായിട്ട് പഠിക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ സാഹചര്യം വന്നിരിക്കുകയാണ്. ആ വിമാനങ്ങളുടെ പിന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസും അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങളും സെൻസറുകളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ഇനി അമേരിക്ക പഠിക്കും. നമ്മുടെ വ്യോമസേനയുടെ ഒരു പ്രധാന പിന്നെ ഘടകമാണ് Su-30 MKE. സാധാരണ വെനിസ്വേലയുടെ കൈവശം വരുന്ന Su-30നേക്കാൾ വ്യത്യസ്തമാണിതെങ്കിലും പിന്നെ സമാനമായ ഘടകങ്ങളും സംവിധാനങ്ങളും ഇരു വിമാനങ്ങളിലും ഉണ്ടാകാം. അപ്പോൾ ഇന്ത്യക്കും ഇക്കാര്യത്തിൽ ഒരല്പം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. പിന്നെ ഏതൊക്കെയാണ് ചൈനീസ് മിസൈലുകൾക്ക് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടത് നമുക്കൊന്ന് നോക്കാം. മുഖ്യമായിട്ടും JY-27 എന്ന കൗണ്ടർ സ്റ്റെൽത്ത് റഡാർ. ഈ കൗണ്ടർ സ്റ്റെൽത്ത് റഡാർ ചൈന അവകാശപ്പെടുന്നത് അമേരിക്കയുടെ F-35നെയും F-22 റാപ്റ്റർ വിമാനത്തെയും ഒക്കെ ഇതിന് ട്രാക്ക് ചെയ്യാനും എൻഗേജ് ചെയ്യാനും പറ്റുമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ. ഇവിടെ യഥാർത്ഥ യുദ്ധം നടന്നപ്പോഴാണ് ഓരോ പിന്നെ ഉപകരണങ്ങളുടെ യഥാർത്ഥ പ്രയോജനം അറിയുന്നത്. പരിപൂർണമായിട്ട് JY-27 പരാജയപ്പെട്ടു. അമേരിക്കൻ വിദഗ്ധർ പറയുന്ന ഇത് പിന്നെ ഒരു സൂപ്പർസോണിക് മിസൈലിനെ അല്ലെ ഒരു വിമാനത്തെ അല്ല, ഒരു സാധാരണ വിമാനത്തെ പോലും ട്രാക്ക് ചെയ്യാൻ ഇതിന് ശേഷിയില്ല എന്നുള്ളതാണ്. നമ്മളിത് ഓർക്കേണ്ട കാര്യം, ഈ JY-27 പാകിസ്ഥാന്റെ കൈവശവും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ
ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളെ ട്രാക്ക് ചെയ്യാനോ എൻഗേജ് ചെയ്യാനോ ഈ JY-27 സാധിച്ചില്ല എന്നുള്ളത് അന്നേ ഇന്ത്യ പറയുന്നുണ്ടായിരുന്നു. അന്ന് പിന്നെ അമേരിക്ക ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഇപ്പോൾ അമേരിക്കയ്ക്കും ബോധ്യമായി ഈ JY-27 റഡാറുകൾ, പ്രത്യേകിച്ച് ഇത് പറയുന്ന ഈ ആന്റി സ്റ്റെൽത്ത് റഡാർ എന്നൊക്കെ പറയുന്ന ഈ റഡാറുകൾക്ക് ഈ പറയുന്ന ഗുണമൊന്നുമില്ല എന്നുള്ളത് ഇന്ന് ലോകം വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, ഈ JY-27 റഡാറുകൾ വെച്ച് തിരിച്ച് ഒരു ശത്രു വിമാനങ്ങളെയോ മിസൈലുകളെയോ ട്രാക്ക് ചെയ്താൽ അവയെ നശിപ്പിക്കേണ്ടത് FK-3 എന്ന് പറയുന്ന ചൈനീസ് പിന്നെ വ്യോമ പ്രതിരോധ മിസൈലുകളാണ്. അതായത് നമ്മുടെ ആകാശിനെ പോലെയോ അല്ലെങ്കിൽ ഇസ്രായേലുമായി ചേർന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബറാക്കിനെ പോലെയൊക്കെയുള്ള വ്യോമ പ്രതിരോധം. പക്ഷെ ആ FK-3 മിസൈലുകളും പരിപൂർണമായിട്ടും തകർന്നുപോയി. അതായത് അമേരിക്കയുടെ ഇലക്ട്രോണിക് വാർഫെയറിനെ, ജാമിങ്ങിനെയും സ്പൂഫിങ്ങിനെയും ഒന്നും നേരിടാൻ ഈ FK-3ക്ക് പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കവചിത വാഹനങ്ങളും ചൈന നൽകിയിരുന്നു. VN-4, അതുപോലെ VN-1, VN-18. ഇതിൽ VN-4 എന്ന് പറയുന്നത് വെറും കവചിത വാഹനമാണ്. VN-1, 18 ഇൻഫാൻട്രിയുടെ ഫൈറ്റിംഗ് വെഹിക്കിൾസ് ആണ്. അതായത് VN-1, VN-18 എന്ന് പറയുന്നത് അവിടുത്തെ കരസേന അത് ഉപയോഗിച്ച് മുന്നണിയിലേക്ക് പോയിട്ട് അവർക്ക് പിന്നെ വെടിയേൽക്കാതെയും അവർക്ക് സ്ഫോടക വസ്തുക്കളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും, എന്നാൽ അതിൻ്റെ തോക്കുകൾ ഉപയോഗിച്ച് ശത്രുവിനെ, തോക്കുകളും ചെറിയ റോക്കറ്റുകളും ഉപയോഗിച്ച് ശത്രുവിനെ ആക്രമിക്കുകയും ചെയ്യാൻ ശേഷിയുള്ള VN-1, VN-18 ഈ 2 ഇൻഫാൻട്രി വെഹിക്കിൾസും അമേരിക്ക ജാം ചെയ്ത് കളഞ്ഞു എന്നാണ്. അതായത് മനസ്സിലാക്കുന്നത് അമേരിക്ക അവിടെ നടത്തിയത് തികഞ്ഞ ഒരു ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഒരു അത്യന്താധുനിക യുദ്ധമാണ് അമേരിക്ക അവിടെ നടത്തിയത്. അത് ചൈനീസ് ആയുധങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ പരാജയപ്പെട്ടു. നമ്മൾ ഓർക്കേണ്ടത് ഈ JY-1 എന്ന് പറയുന്ന മറ്റൊരു JY-27 കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. JY-1 എന്ന മറ്റൊരു ലോങ് റേഞ്ച് റഡാറും പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്നു. ആ ലോങ് റേഞ്ച് റഡാർ ഉള്ളപ്പോൾ തന്നെയാണ് ഇന്ത്യ പിന്നെ ആവശ്യാനുസരണം ബ്രഹ്മോസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മെയ്സ് എന്നൊക്കെ പറയുന്ന മിസൈലുകൾ, ഇന്ത്യയുടെ മിസൈലുകൾ, അതുപോലെ ഹാറൂപ്പ് എന്ന് പറയുന്ന ഡ്രോണ്, ഇതൊക്കെ പാകിസ്ഥാന്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ അടിച്ച് തകർത്തത്. അപ്പോൾ ചൈനീസ് ആയുധങ്ങളുടെ പൊള്ളത്തരം ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്. അന്ന് ചൈനയുടെ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന 2 സംവിധാനങ്ങളും പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. HQ-9B അതുപോലെ HQ-16. ഈ 2 പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ ഇന്ത്യയുടെ പിന്നെ മിസൈലുകൾ തകർത്തിരുന്നു. അപ്പോൾ അതായത് ഈ പേരെടുക്കാൻ പോയാൽ ഇരട്ട പറ്റൂ എന്ന് പറയുന്ന പോലാണിത്. പാകിസ്ഥാനെ സംരക്ഷിക്കാനായിട്ട് അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ആക്രമണത്തിൽ തകർന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ആ പ്രതിരോധ സംവിധാനങ്ങൾ എമിറ്റ് ചെയ്യുന്ന സിഗ്നലുകൾ ഉപയോഗിച്ച് തന്നെയാണ് അവയെ തകർത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ ആയുധങ്ങൾ പ്രയോജനമില്ലെന്ന് മാത്രമല്ല അപകടം ഉണ്ടാക്കുകയും ചെയ്യും. കാരണം ഈ സാധനം എവിടെ ആയിരിക്കുന്നതെന്നും അതൊരു തന്ത്രപ്രധാന കേന്ദ്രമാണെന്നും ശത്രു മനസ്സിലാക്കും. ഈ കാടുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു സാധാരണ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ കാടിന് സമീപം താമസിക്കുന്ന ആൾക്കാർ സാധാരണ പട്ടിയെ വളർത്തുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് പറയും. കാരണം ഈ പട്ടികള് വീട്ടിലെ വളർത്തുന്ന പട്ടികള് പുറത്തേക്ക് രാത്രിയിൽ അവ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ആന വരുന്നത് കാണും. ഈ ആന വരുന്നത് കാണുമ്പോൾ ഈ പട്ടി പേടിച്ചിട്ട് ഇത് പുറകോട്ട് വരും. പക്ഷേ അപ്പോഴും ആനയുടെ നേർക്ക് കുരച്ചുകൊണ്ടിരിക്കും പട്ടി. അങ്ങനെ ഒടുവിൽ പട്ടി എവിടെ തിരിച്ചു വരും? പട്ടി വീട്ടിലേക്ക് എത്തും. അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ പട്ടിയോടൊപ്പം ഈ കാട്ടാനയും കൂടെ എത്തും. പട്ടി വീടിന്റെ ഒരു മൂലയ്ക്കോട്ട് മാറി നിൽക്കും. ആ വീട് കാട്ടാന തകർക്കും. യഥാർത്ഥത്തിൽ വീട് സംരക്ഷിക്കാൻ പട്ടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാട്ടാന ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു. അങ്ങനെ വീട്ടുകാർ രക്ഷപ്പെട്ടു. അതായത് പിന്നെ അതേ അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഈ ചൈനീസ് ആയുധങ്ങൾ അവരെ രക്ഷിക്കാനായിട്ട് ഇപ്പം വെനിസ്വേലയ്ക്ക് സംഭവിച്ചതും അതുപോലെ പാകിസ്ഥാന് സംഭവിച്ചതും ഒക്കെ ചൈനീസ് ആയുധങ്ങൾ എവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് തന്ത്രപ്രധാന കേന്ദ്രമാണ്. ഈ ആയുധങ്ങളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽ ആയാലും അല്ലെങ്കിൽ ഹീറ്റ് സിഗ്നേച്ചർ ആയാലും ഒക്കെ പിടിച്ചെടുത്തിട്ട് ശത്രുവിന്റെ ആയുധങ്ങൾ ഈ ലൊക്കേഷൻ കണ്ടെത്തുകയും ഇവരെ തകർക്കുകയും ചെയ്യും. എന്താ ചോദിക്കാമെന്ന് ചോദിച്ചോളൂ സാറേ. ഈ ബ്രഹ്മോസ് മിസൈലിന്റെ കാര്യമുണ്ടല്ലോ, ബ്രഹ്മോസ് 2015 യഥാർത്ഥത്തിൽ ഇത് വാങ്ങാനുള്ള ചർച്ച പിന്നെ വെനിസ്വേല നടത്തിയത്.
ഒരു അപ്പൊ പക്ഷേ അത് ബ്രഹ്മോസ് അത് വാങ്ങിച്ചിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഒരു പ്രഹരം അവർക്ക് ഏൽക്കേണ്ടി വരില്ലായിരുന്നു അല്ലെ? അല്ല, ബ്രഹ്മോസ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാൻ ആ പ്രഹരം ബ്രഹ്മോസ് പിന്നെ അമേരിക്കയുടെ വിമാനങ്ങളെ ഒന്നും തകർക്കുന്ന മിസൈൽ അല്ലല്ലോ. അത് ലാൻഡ് ടു ലാൻഡും അതുപോലെ തന്നെ എയർ ടു സർഫസും ഒക്കെയാണ്. പക്ഷേ അവിടെ ഒരു വലിയ പ്രയോജനം അവർക്ക് ഉണ്ടാകുമായിരുന്നു. അതായത് ഈ വെനിസ്വേലയ്ക്ക് ചുറ്റും നങ്കൂരമിട്ട 7ഓളം കപ്പലുകൾ, അതായത് ഒരു വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ 7 പടക്കപ്പലുകളിൽ നിന്നാണ് അമേരിക്കയുടെ ഈ പറയുന്ന ഡെൽറ്റ ഫോഴ്സ് പറന്നുയർന്ന് അവിടെ ലാൻഡ് ചെയ്ത് ഈ പിന്നെ പ്രസിഡന്റ് മദൂറോയെ ആക്രമിച്ച് അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കപ്പലുകളിൽ ഒന്നിനെയെങ്കിലും ബ്രഹ്മോസ് ഉപയോഗിച്ച് തകർക്കണ്ട. ഞാൻ പറയുന്നത് അതിന് ഒരു ബ്രഹ്മോസ് അതിൽ ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്ന അവരുടെ അങ്ങേയറ്റത്തെ വിലപിടിപ്പുള്ള ഒരു അവർ അമൂല്യമായിട്ട് കരുതുന്ന പിന്നെ എന്താണ് ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചെങ്കിൽ ആ പ്രതിരോധത്തെ മറികടന്ന് ഒരു ബ്രഹ്മോസ് മിസൈൽ ഒരൊറ്റ കപ്പലിനെ കേടുപാടുണ്ടാക്കിയിരുന്നെങ്കിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് അമേരിക്കയ്ക്ക് വലിയ ലജ്ജ ഉണ്ടാക്കി, നാണക്കേടുണ്ടാക്കി. പെട്ടെന്ന് അമേരിക്ക പിൻവലിഞ്ഞേന്. ഇതുപോലെ പിന്നെ വടക്കൻ കൊറിയയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാൻ അമേരിക്ക ഒരു ശ്രമം നടത്തിയതായിട്ട് ഈ അടുത്ത കാലത്ത് വാർത്തയുണ്ടായിരുന്നു. ഇന്ന് സംഭവിച്ചത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇത് ട്രേസ് ചെയ്യും, അത് പിന്നെ വടക്കൻ കൊറിയയുടെ അധികാരികളെ അറിയിക്കുക. അവർ പെട്ടെന്ന് ഉണർന്നു. അപ്പോഴത്തേക്കും ഇവർ പിന്മാറും. അപ്പൊ ഇവർ ചെയ്യുന്നത് ആരും അറിയാതെ രഹസ്യത്തിൽ വന്ന് ആക്രമണം നടത്തി ആളിനെ തട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. അത് നടക്കാതിരിക്കണം. തീർച്ചയായിട്ടും ബ്രഹ്മോസ് സഹായിക്കുമായിരുന്നു. അന്ന് പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല, ചൈനയുടെ ആയുധങ്ങളാണ്, ഇന്ത്യയുടേത് ഒരു ഗുണവുമില്ല എന്നൊക്കെ പറഞ്ഞ് ചൈനയുടെ കള്ളപ്രചരണത്തിൽ പ്രൊപ്പഗണ്ടയിൽ വീണു പോയതാണ് മദുറോ. അതിന്റെ ഫലം ഇപ്പോൾ അദ്ദേഹം അമേരിക്കൻ ജയിലിൽ കിടന്നുകൊണ്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. എന്തായാലും ചൈനയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ SU-30 വിമാനങ്ങൾ അമേരിക്കയുടെ കൈവശം എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ ഇനി അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കാരണം അതിൻ്റെ സർവ്വ സംവിധാനങ്ങളും അമേരിക്ക ഇനി മനസ്സിലാക്കും. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ റഡാർ സിഗ്നേച്ചർ, അതുപോലെ ഹീറ്റ് സിഗ്നേച്ചർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും അമേരിക്കയ്ക്ക് ഈ വിവരം അറിയാമെന്നും ഒരുപക്ഷെ പാകിസ്ഥാൻ അവരത് കൈമാറാമെന്നും ഒക്കെയുള്ള ഒരു മുൻധാരണയോടുകൂടി വേണം ഇനി വരുന്ന യുദ്ധങ്ങളിൽ നമ്മൾ പാകിസ്ഥാനെ നേരിടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം.